ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ സാംസങ്ങിൻ്റെ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് നമുക്ക് അപ്രൂവ് ആയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അതിൻ്റെ നമ്മുടെ കിറ്റ് വന്നിട്ടുണ്ട്. നോർമലി ആക്സിസ് ബാങ്ക് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ സാംസങ്ങിൻ്റെ ലോഗോ കാണാം. ഇവിടെ ആക്സിസ് ബാങ്കിൻ്റെ മറ്റേ ആക്സിസ് ബാങ്കിനാണ് ഇതിൻ്റെ പകുതി ഉണ്ടാവാറുള്ള സൈസ്. ഇതിൽ പക്ഷേ വേറെ എന്തൊക്കെയോ ഉണ്ടെന്നുണ്ട്. ഞാൻ ആക്ച്വലി സാംസങ്ങിൻ്റെ പ്രൊഡക്ട്സ് സാംസങ്ങിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കൂടെ വാങ്ങിക്കാറ് നോർമലി, അല്ലെങ്കിൽ ആമസോണിൽ. അപ്പോൾ സാംസങ് ഷോപ്പിൽ കൂടെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൽ 10% ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഒരു OnePlus ഫോൺ ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ സാംസങ് S23 നല്ല ഡീലിൽ ഇപ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സീരീസ്. അത് നമുക്ക് അതിൽ തന്നെ നമുക്ക് 2500 രൂപ എക്സ്ട്രാ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും ചെയ്തിട്ട് ഈ സാധനത്തിൽ. ഇതിന് നമുക്ക് ആക്ച്വലി 2 കാർഡ് വരുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞതാണ് സാംസങ്ങിൻ്റെ തന്നെ സിഗ്നേച്ചർ കാർഡും ഇൻഫിനിറ്റി കാർഡും ഉണ്ട്. സിഗ്നേച്ചർ കാർഡിന് 500 രൂപ പ്ലസ് GST ആനുവൽ ചാർജും ജോയിൻ ചാർജ് വരുന്നത്. മറ്റേന് 5000 രൂപ പ്ലസ് GST ആനുവൽ ചാർജും ജോയിൻ ചാർജും വരുന്നുണ്ട്. ഇത് സിഗ്നേച്ചർ കാർഡാണ്. അപ്പോൾ എന്തായാലും ഞാൻ അത് ഓപ്പൺ ചെയ്യാൻ എന്തൊക്കെയുണ്ട് നമുക്ക് നോക്കി നോക്കാം. ഞാൻ സംഭവം ആക്ടിവേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞത് വേറെ കാര്യം. ഞാൻ ആക്ച്വലി ആ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും സാംസങ് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്ത് തന്നെ. അപ്പോൾ നമുക്ക് ഇതാണ് അവരുടെ വെൽക്കം ലെറ്റർ. ഇതിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക കാർഡ് നമ്പർ, അതുപോലെ തന്നെ ക്രെഡിറ്റ് ലിമിറ്റ്, കുറേ ഡീറ്റെയിൽസ് സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വെൽക്കം ലെറ്റർ വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് 2,31,000 ലിമിറ്റ് വന്നേക്കുന്നത്. ഇവിടെ അത് എങ്ങനെ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം അങ്ങനത്തെ ഒരു സംഭവം മാത്രമല്ല കേട്ടോ. അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. നോർമലി എല്ലാത്തും ഈ സാംസങ്ങിൻ്റെ ബ്രാൻഡിങ് വരുന്നുണ്ടോ. പിന്നെന്താ, പിന്നെ എന്തോ ഒരു കിറ്റ്, ഒരു സാംസങ്ങിൻ്റെ ഒരു കിറ്റ് വന്നിട്ടുണ്ട്. ബുക്ക്ലെറ്റ് ആണെന്നുണ്ട്. ഒരു ബുക്ക്ലെറ്റാണ്. ഇതിൽ അതിൻ്റെ റിവാർഡ് പോയിന്റ് സംഭവങ്ങളൊക്കെ ആയിട്ട് കാർഡൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് കൊള്ളാം. കാർഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം കൊള്ളാം. നമുക്ക് 4 കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് ലോഞ്ചസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വെൽക്കം ഗിഫ്റ്റ് ആയിട്ട് 2500 എഡ്ജ് റിവാർഡ് പോയിന്റ് വരുന്നുണ്ട്. ഒരു എഡ്ജ് റിവാർഡ് പോയിന്റിന്റെ റേറ്റ് പറയുന്നത് 0.252 പൈസയാണ്. ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ 3 ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 2500 രൂപയുടെ വെൽക്കം ഗിഫ്റ്റ് കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ് ആയിട്ട് 10 എഡ്ജ് റിവാർഡ് പോയിന്റ് പെർ 100 റുപ്പീസ് സ്പെൻഡ് നമുക്ക് ടാറ്റ, 1mg, സൊമാറ്റോ, ബിഗ് ബാസ്ക്കറ്റ്, അർബൻ കമ്പനി, മിന്ത്ര, ബാക്കി എല്ലാത്തിനും നമുക്ക് 5 റിവാർഡ് പോയിന്റ് ആണ് പെർ 100 റുപ്പീസ് സ്പെൻഡ് കിട്ടാം. പിന്നെ നമുക്ക് ആഡഡ് ഡീലായിട്ട് വന്നിട്ട് 1% ഫ്യൂൽ സർചാർജ് വേ ഓഫ് വരുന്നുണ്ട്. ഈസി ഡൈനറിൽ നമുക്ക് 500 രൂപ 15% ഡിസ്കൗണ്ട് വരുന്നുണ്ട്. 4 കോംപ്ലിമെൻ്ററി ലോഞ്ചസ് വരുന്നുണ്ട്. ഇത് കൊള്ളാലോ, നോക്കിയേ. ഇങ്ങനത്തെ ഒരു കിറ്റിലാണ് വന്നിട്ടുണ്ട്. ഇതിനുള്ളിലാണ് കാർഡ് വരുന്നത്. ശരിക്കും നല്ലൊരു പ്രീമിയംനെസ് വരുന്നുണ്ട്. ഇതാണ് കണ്ടത്. പറയുമ്പോൾ എൻ്റെ ഇത് അവരുടെ ബേസിക് കാർഡാണ്, സിഗ്നേച്ചർ കാർഡാണ്. എന്തായാലും കാർഡ് പുറത്തേക്ക് എടുക്കാം. വിസ സിഗ്നേച്ചർ കാർഡാണ് കേട്ടോ. അതിൻ്റെ ഗമ്മ് ഭയങ്കര ഗമ്മായിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ പശ അടക്കം പോകുന്നു അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ ഇതാണ് കാർഡ് കണ്ടോ. വിസയുടെ കാർഡാണ്, സിഗ്നേച്ചർ. എൻ്റെ പേര് നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. മാറ്റി വയ്ക്കാം. ഇതിൽ വേറെ എന്തൊക്കെയുള്ള നോക്കിയേക്കാം. അതിൻ്റെ ഓഫേഴ്സ് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഒരു ലെറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 15% ഈസി ഡൈനർ ഓഫ്, അപ് ടു 50% ക്യാഷ് ബാക്ക് ഓൺ 50+ ബ്രാൻഡ്സുകൾ, ആഡ് ഓൺ കാർഡിൻ്റെ സ്ലോട്ട്. അതെന്തിനാണോ. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ അൺബോക്സിങ്. അധികാരം ഈ സാധനം എടുത്ത് എനിക്ക് തോന്നുന്നു ഞാൻ നോക്കിയിട്ട് ഇതിലധികം നമ്മുടെ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോസ് സംഭവമൊന്നും കണ്ടില്ല. അപ്പോൾ നിങ്ങൾ സാംസങ്ങിൻ്റെ സൈറ്റിൽ നിന്ന് സാംസങ് പ്രൊഡക്ട്സ് സംഭവങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം ബെസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ 10% എക്സ്ട്രാ ക്യാഷ് ബാക്ക് നമുക്ക് ഈ സാധനം ഉപയോഗിച്ചിട്ട് ഫ്ലിപ്കാർട്ടും സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉപയോഗിച്ച് വാങ്ങിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും. ഡിസ്കൗണ്ട് അല്ല, ക്യാഷ് ബാക്ക് ആയിട്ട് ഡയറക്റ്റ് ക്രെഡിറ്റ് ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റിലേക്ക് ആഡ് ആവുക ചെയ്യാം. നമുക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടില്ല. പക്ഷേ 2500 രൂപ, മാക്സിമം 2500 രൂപയാണ് നോർമലി കിട്ടാറ്. ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ എമൗണ്ട് ആണ്. 10% പറയുന്നത് ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ കാർട്ടിലത്തെ വാല്യൂ അനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ക്യാഷ് ബാക്ക് സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഞാൻ സാംസങ്ങിൻ്റെ ഷോപ്പ് വെബ്സൈറ്റ് അധികം ഉപയോഗിക്കാറുണ്ട്. കുറേ നമ്മുടെ അതിൻ്റെ ആപ്പ് സംഭവങ്ങളൊക്കെ ആൻഡ്രോയിഡിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ അതിൽ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉള്ളപ്പോൾ നമ്മൾ നോർമലി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആക്ച്വലി കാർഡ് എടുക്കാൻ തന്നെ മെയിൻ കാരണം. അപ്പോൾ 500 രൂപ കൊടുത്താലും നമുക്ക് ഇനീഷ്യലി തന്നെ നമ്മളൊരു ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 2500 രൂപ ലാഭം കിട്ടി. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫറലിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ പുതിയ ചാനൽ GHH വേൾഡ് കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത് വരാണോ?